പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ ദിവസത്തിലെ ബലിയർപ്പണത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദിനം പരിശുദ്ധമായി ആചരിക്കണം. ഈ ഒരു കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ബലിയിൽ സംബന്ധിക്കുമ്പോൾ ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്ഷമയെന്ന ദൈവിക പുണ്യത്തിൽ നമ്മൾ ഓരോരുത്തരും വളരാൻ വേണ്ടിയിട്ടാണ്. ഈശോനാഥൻ കാണിച്ചു തരുന്ന അക്ഷമയുടെ വലിയ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അവിടുത്തെ ശിഷ്യരായി മാറുവാനുള്ള വലിയ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലൂടെ നമുക്ക് പങ്കുചേരാം, ക്ഷമയുടെ വക്താക്കളായി മാറാം. ഈ ബലി യോഗ്യതയോടുകൂടി അർപ്പിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പാപങ്ങളാണ്. നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് അനുതാപം നിറഞ്ഞ ഹൃദയത്തോടു കൂടെ അവിടുത്തെ വചനം മുറിക്കുമ്പോഴും അപ്പം മുറിക്കുമ്പോഴും കണ്ടുമുട്ടാനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ വാക്കാൽ, വിചാരത്താൽ, പ്രവൃത്തിയാൽ വന്നു പോയിട്ടുള്ള പാപങ്ങളൊക്കെ ഓർത്ത് അനുതപിച്ച് ഗായക സംഘത്തോട് ചേർന്ന് അനുതാപ കീർത്തനം ആലപിക്കാം. എന്താണ് പാപം എന്നുള്ളതിൻ്റെ നിർവചനം നാം പഠിച്ചിട്ടുണ്ട്. ദൈവപ്രമാണങ്ങൾക്ക് മറുത്ത് മനസ്സാലുള്ള പ്രവൃത്തി അഥവാ ഉപേക്ഷയാകുന്നു പാപം. ദൈവപ്രമാണങ്ങൾക്ക് മറുത്ത് മനസ്സാലുള്ള പ്രവൃത്തി അഥവാ ഉപേക്ഷ പാപമാകുന്നു. ചെയ്യരുത് എന്ന് ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോയ നിമിഷങ്ങളുണ്ടെങ്കിൽ
ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതെ പോയ നിമിഷങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ വചനഭാഗത്തിലൂടെ നാം ക്ഷമിക്കുക എന്നുള്ള വലിയ പുണ്യത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ, ക്ഷമിക്കാമായിരുന്ന അവസരങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടും കഠിനഹൃദയരായിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വിട്ടുകൊടുക്കാമായിരുന്നിട്ടും വിട്ടുകൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, പങ്കുവെക്കാമായിരുന്നിട്ടും പങ്കുവെക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, സ്നേഹം നിറഞ്ഞവരെ, ഉപേക്ഷയാൽ ചെയ്തു പോകുന്ന പാപമാണെന്ന് തിരിച്ചറിയാം. തമ്പുരാനോട് മാപ്പും പൊറുതിയും കൽപ്പക്ഷയത്താലെ വന്ന് എല്ലാം പൊറുത്തരളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആലപിക്കാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
പ്രാർത്ഥിക്കാം. സകലത്തിന്റെയും സൃഷ്ടാവും നിയന്താവുമായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കുകയും അങ്ങേ കാരുണ്യത്തിന്റെ ഫലം ഞങ്ങൾ അനുഭവിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് കോപവും ക്രോധവും മ്ലേച്ഛമാണ്, അവ എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട്. തെറ്റുകൾ ക്ഷമിക്കുക. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെപ്പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിനായി വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്ങനെ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകളനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതൻ്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ.
കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പത്രോസ് മുന്നോട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുൾ ചെയ്തു, 7 എന്നല്ല, 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്ന് വീട്ടിക്കൊള്ളാം. ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണ് അപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നത് വരെ സഹസേവകനെ അവൻ കാരാഗൃഹത്തിൽ അടച്ചു. സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗൃഹ അധികാരികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരി സഹോദരങ്ങളെ, ഈശോയ്ക്കൊത്തിരി സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ജോസഫ് എന്ന പേരുള്ള ഒരച്ഛന് പാതിരാ സമയത്ത് ഒരു ഫോൺ വരുന്നു. തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ നിന്നാണ് ആ ഫോൺ കോൾ. നഴ്സ് അച്ഛനോട് പറഞ്ഞു, അച്ഛോ, ഒരു രോഗി മരിക്കാനായിട്ട് കിടക്കുന്നു, അവസാനമായിട്ട് അയാൾക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് പറയുന്നു. അച്ഛന് വരാൻ സാധിക്കുമോ? പാതിരാ സമയമാണ്, 2 മണിയോടടുക്കുന്നു. നല്ല മഴയും ഇടിമിന്നലും ഒക്കെയുള്ള ഒരു രാത്രിയിൽ അച്ഛൻ പറഞ്ഞു, ഉടനെ വരാം. അങ്ങനെ അച്ഛൻ ഈ രോഗിയെ കാണാനായിട്ട് ഈ ആശുപത്രിയിലേക്ക് ചെന്നു. അവിടെ മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന ഒരു മനുഷ്യൻ. അച്ഛൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയിരുന്നു. അദ്ദേഹം അച്ഛനോട് സംസാരിക്കുവാൻ തുടങ്ങി. അച്ഛൻ, ഞാൻ കുമ്പസാരിച്ചിട്ടൊക്കെ ഒത്തിരി വർഷങ്ങളായി. എത്ര നാളായി ഞാൻ കുമ്പസാരിച്ചിട്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഓരോ പ്രാവശ്യവും കുമ്പസാരിക്കണമെന്ന് വിചാരിക്കുമ്പോഴും എന്നെ അതിൽ നിന്ന് പിറകോട്ട് വലിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ 30 വർഷമായിട്ട് എൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമാണ്. അച്ഛൻ അത് അദ്ദേഹത്തിൻ്റെ കരങ്ങളെടുത്ത് അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ വെച്ചിട്ട് ചോദിച്ചു, മകനെ, 30 വർഷത്തോളം ഉറങ്ങാൻ പോലും പറ്റാതെ നിൻ്റെ ഉറക്കം എടുത്തു കളയാൻ തക്ക വിധത്തിൽ എന്ത് ദുരന്തമാണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഒരു ഇടവേളയ്ക്ക് ശേഷം അവൻ പറഞ്ഞു, അച്ചോ, ഞാൻ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളാണ്. 30 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം, ഞാൻ റെയിൽവേ ചെക്ക് ഗേറ്റിലെ ജോലിക്കാരനാണ്. 30 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയുള്ള സമയത്ത് ഞാൻ നന്നായിട്ട് മദ്യപിച്ചിരുന്നു. നന്നായിട്ട് മദ്യപിച്ച് ഞാനന്ന് ഡ്യൂട്ടിക്ക് പ്രവേശിച്ചു. നിയമം അനുസരിച്ച് മദ്യപിക്കാൻ പാടില്ല എന്നാണ്. ഞാനന്ന് നല്ല മദ്യലഹരിയിൽ ഡ്യൂട്ടിക്ക് പ്രവേശിച്ച് അന്ന് രാത്രി ട്രെയിനുകൾക്ക് സിഗ്നൽ കൊടുക്കുക, അതാണ് എൻ്റെ ജോലി. ആ സമയത്ത് ഒരു ഗുഡ്സ് ട്രെയിൻ സമയം തെറ്റി വന്നപ്പോൾ അത് നിർത്താനുള്ള ഒരു സിഗ്നൽ ഞാൻ കൊടുക്കണമായിരുന്നു. അതാണ് എൻ്റെ ദൗത്യം.
അതനുസരിച്ച് ചുവന്ന സിഗ്നൽ ആണ് ഞാൻ കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ എൻ്റെ മദ്യലഹരിയിൽ ഞാൻ ചുവപ്പാണ് എന്ന് കരുതി കൊടുത്തത് പച്ച സിഗ്നലായിരുന്നു. ഈ സമയം ലോക്കോ പൈലറ്റ് ഇത് കാണുകയും ഗ്രീൻ സിഗ്നൽ ആയതുകൊണ്ട് ട്രെയിൻ വന്ന സ്പീഡിൽ തന്നെ കടന്നു പോവുകയും ഈ സമയം റെയിൽ കോസ് മുറിച്ചു കടക്കുന്ന ഒരു പാസഞ്ചർ കാറിനെ ഇടിച്ചു തെറിപ്പിക്കുകയും ആ കാറിലുണ്ടായിരുന്ന 5 പേർ, ഒരു അപ്പനും ഒരു അമ്മയും 3 കുഞ്ഞു പെൺമക്കളും അതിദാരുണമായിട്ട് കൊല്ലപ്പെടുകയും ചെയ്തു. പിറ്റേന്ന് പത്രങ്ങളിലൊക്കെ അതൊരു ആക്സിഡൻ്റായിട്ട് മാത്രം ഒതുങ്ങി. പക്ഷേ എനിക്കറിയാം ആ ഒരു കുടുംബം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകാൻ കാരണം ഞാനാണ്. ഓരോ ദിവസവും പത്രത്തിൽ വന്ന ആ കുഞ്ഞു മക്കളുടെ മുഖം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ ഓർമ്മയാണ്, ഈ കുഞ്ഞു മക്കളുടെ മുഖമാണ് എൻ്റെ ഉറക്കം കെടുത്തുന്നത്. അദ്ദേഹം കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ, വൈദികൻ കരങ്ങളിൽ അർപ്പിച്ചു വെച്ചിട്ടുള്ള ഈ കൈകളിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു നനവ് അനുഭവപ്പെടുകയാണ്. ഇദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പോൾ അച്ഛനും കരയുകയാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുക, എൻ്റെ ജീവിതത്തിലെ ഒരു ദുരന്തം കേട്ടിട്ട് എന്തിനാണ് അച്ഛൻ കരയുന്നത്? ഉടനെ അച്ഛൻ അവനോട് പറഞ്ഞു, മകനെ, കഴിഞ്ഞ 30 വർഷമായി നീ ഉറങ്ങിയിട്ട്, കഴിഞ്ഞ 30 വർഷമായിട്ട് നിൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം സംഭവിച്ചു. കഴിഞ്ഞ 30 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷമായി ഞാനൊരു അനാഥനാണ്. അതെ, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഞാൻ കണ്ടു കൊതി പോലും തീർന്നിട്ടില്ലാത്ത എൻ്റെ 3 പെങ്ങന്മാരുമാണ് ആ ആക്സിഡൻറ്റിൽ മരിച്ചത്. 2 പേരും കരച്ചിലായി. കുറച്ച് കഴിഞ്ഞ് ഈ വൈദികൻ അവനോട് കണ്ണുകൾ ഉയർത്താൻ പറയുന്നുണ്ട്. കണ്ണുകൾ ഉയർത്തുമ്പോൾ ഈ ആശുപത്രി ബെഡിൻ്റെ മുകളിലായിട്ട് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിനെ കാണിച്ചുകൊണ്ട് ഈ വൈദികൻ പറയുന്നുണ്ട്, അവൻ എനിക്ക് കാണിച്ചു തന്നൊരു പാഠമുണ്ട്. അവനെ കുരിശിലേറ്റിയവരോട് കുരിശിൽ കിടന്നുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ അവൻ്റെ അനുയായിയാണ് ഞാൻ, ക്രിസ്തുവിനെ അനുനയിക്കുന്ന ക്രിസ്ത്യാനിയാണ് ഞാൻ എന്ന് പറഞ്ഞ് ഈ അച്ഛൻ ഇവനെ മാറോട് ചേർക്കുന്നുണ്ട്. മകനെ, നിന്നോട് ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു. അങ്ങനെ ആ ഒരു ക്ഷമ ഏറ്റുവാങ്ങി ആ സഹോദരനെ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നു. സ്നേഹം നിറഞ്ഞവരെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിലുള്ള 1-ാമത്തെ വായനയിലും നാം കേട്ട സുവിശേഷത്തിലും വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്: ക്ഷമയെന്ന ദൈവിക പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ, വളരാൻ. പക്ഷെ നമ്മൾ സാധാരണ ചൊല്ലു പോകുന്നത് അങ്ങനെയാണല്ലോ, തെറ്റുപറ്റുക മാനുഷികവും ക്ഷമിക്കുക ദൈവികവുമാണ്. അപ്പോൾ മാനുഷികമായിട്ട് വന്നു പോകുന്ന തെറ്റുകൾക്ക് ദൈവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ എങ്ങനെയാണ് നമുക്ക് പങ്കുചേരാൻ സാധിക്കുക? ഇതൊരു ക്ലാഷാണ്, ഇതൊരു കോൺഫ്ലിക്റ്റാണ്. ക്ഷമ എപ്പോഴും ദൈവികമാണ്, എന്നാൽ തെറ്റ് എപ്പോഴും മാനുഷികവുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരായ നമ്മളോടാണ് ദൈവം ക്ഷമിക്കാൻ പറയുക. നമുക്ക് തന്നെ അറിയാം, നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ ചോദിക്കും, അവനോട് ഞാൻ ഒരു കാലത്തും ക്ഷമിക്കുകയില്ല, ഞാനെന്തിനു ക്ഷമിക്കണം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവൻ എന്നോടിത് ചെയ്തതുകൊണ്ട് ഞാൻ ക്ഷമിക്കില്ല, മറ്റാരെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. ഇതുപോലെ ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരുപാട് ഉപാധികളാണ് സ്നേഹം നിറഞ്ഞവരെ ക്ഷമ എന്ന ഒരു കാര്യം വരുമ്പോൾ നമ്മളെല്ലാവരും ഒരു പരിധിയുള്ള ആളുകൾ വരെയൊക്കെ പറയുക. സ്നേഹം നിറഞ്ഞവരെ, ഈ വിചിന്തനത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഇത് ദൈവികമായൊരു തലത്തിലേക്ക്, ക്ഷമയെന്ന പുണ്യത്തിലേക്ക് വളരണം എന്ന ചിന്ത വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശോയുടെ ജീവിതമാണ്. ഈശോയുടെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ അറിയാൻ സാധിക്കും, അവൻ്റെ അടുത്തേക്ക് വന്നവർ, ഒറ്റിക്കൊടുത്തവനെ, തള്ളിപ്പറഞ്ഞവരോട്, അല്ലെങ്കിൽ കൂടെ നിന്ന് വിരുന്നിന് പോയിട്ടും അവിടെ നിന്ന് അവരുടെ വീട്ടിൻ്റെ അകത്ത് പോയിട്ടും അവരോടൊപ്പം വിരുന്നിനിരിക്കുമ്പോൾ പോലും മാറി നിന്ന് ഗൂഢാലോചന നടത്തുന്ന ഫരിസേയരും ചുങ്കക്കാരുമൊക്കെ ഉണ്ടായിട്ടും നിയമജ്ഞരുമൊക്കെ ഉണ്ടായിട്ടും അവരുടെ വീട്ടിൽ അവൻ വിരുന്നിന് പോകുന്നുണ്ട്. എന്നിട്ടും അവനെതിരെയാണ് അവർ തിന്മ നിരൂപിക്കുന്നത് എന്ന് പറഞ്ഞിട്ടും അവൻ അവരെയൊക്കെ ചേർത്ത് നിർത്തുന്നു. അതാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത. എല്ലാവരും ചേർത്ത് നിർത്തുകയാണ്. അപ്പോൾ നമ്മളിവിടെ ക്ഷമിക്കാനായിട്ട് വരുമ്പോൾ, മാനുഷികമായ തടസ്സങ്ങൾ വരുമ്പോൾ പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഞാൻ ക്ഷമിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എടുക്കാം. 10 കൽപ്പനകളും പിന്നെ തിരുസഭയുടെ 5 കൽപ്പനകളും ഒക്കെ എടുത്തിട്ട് ദൈവം പറയുന്നു, ഈശോ പറയുന്നുണ്ട്, ഇതെല്ലാം 2ആയിട്ട് സംഗ്രഹിക്കാം.
ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പം ക്ഷമയെന്നൊരു കാര്യം നമ്മൾക്ക് മറ്റൊരാളോട് ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ നമ്മളോട് തന്നെ ആദ്യം ക്ഷമിക്കാൻ പഠിക്കണം. കാരണം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുമെന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ സ്നേഹിക്കണം. അപ്പം ഈ നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം ക്ഷമ വരേണ്ടത്. കാരണം സൈക്കോളജിയിലൊക്കെ, ആധുനിക മനഃശാസ്ത്രത്തൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ക്ഷമിക്കാതിരിക്കുന്ന അവസ്ഥ കൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും, ക്ഷമിക്കാൻ നേരത്ത് ഒരുവനുണ്ടാകേണ്ട അവൻ്റെ ശരീരത്തിലും മനസ്സിലും സംഭവിക്കുന്ന കാര്യങ്ങൾ. പ്രസിദ്ധമായൊരു ചൊല്ലു പോകുന്നത്, forgiveness is not to let someone else be free of their accountability of their actions, but forgiveness is for the person who forgives to let go of the anger and resentment. ക്ഷമയെന്ന് പറയുന്നത് നിന്നോട് ദ്രോഹം ചെയ്ത ഒരുവനോട് നീ ചെയ്യുന്നതല്ല. അവൻ ആ ചെയ്ത പ്രവൃത്തി മൂലം നിനക്ക് അവനോട് തോന്നുന്നതും, നിനക്ക് നിൻ്റെ ഉള്ളിൽ തോന്നുന്നതും, നിനക്ക് നിന്നോട് തോന്നുന്നതുമായ ദേഷ്യം, വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, ഇതിൽ നിന്നൊക്കെ നിനക്ക് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സൈക്കോളജിയിൽ പറയുന്നു, തീർച്ചയായിട്ടും ഇത് നമ്മളെ രോഗികളാക്കും, നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം തന്നെ മാറിപ്പോകും എന്ന് വളരെ സ്പഷ്ടമായിട്ട് ആധുനിക മനഃശാസ്ത്രവും പറയുന്നു. എന്നാൽ നമ്മളൊന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ നമുക്കുണ്ടാകുന്ന കാര്യങ്ങൾ, നമ്മൾ ക്ഷമയില്ലാതെ അതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് സപ്രസ് ചെയ്ത് വെക്കാൻ നേരത്ത് നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് ഹോർമോൺസ് എല്ലാം റിലീസ് ചെയ്യുന്നു, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉത്കണ്ഠാകുലരാകുന്നു, ആങ്സൈറ്റിയുടെ പല ഭാവങ്ങളിലേക്ക് പോകുന്നു. പിന്നെ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നു ഡിപ്രഷൻ, എല്ലാവർക്കും ഒത്തിരി ഡിപ്രഷൻ. കാരണം എന്തുകൊണ്ടാണ്? ഇതുപോലെയുള്ള മറ്റുള്ളവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾക്ക് നമ്മൾ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ അത് വിട്ടുകളയണമെന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മറ്റൊരുവൻ നമ്മളോട് ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യം ചെയ്താൽ അത് അവനെ സൃഷ്ടിച്ച ദൈവവുമായിട്ടുള്ള കണക്ക് തീർക്കലാണ്. അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. അതിന് നീയല്ല പരിഹാരം ചെയ്യേണ്ടത്. അവിടെയാണ് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കേണ്ടത്. സ്നേഹം നിറഞ്ഞവരെ, ഇങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുന്നു. ഹാർട്ട് റേറ്റിൻ്റെ BP-യുടെ രീതിയിലുള്ള വേരിയേഷൻസ് എല്ലാം നോർമലാകുന്നു. അതുപോലെ തന്നെ പ്രഷർ റിലീസ് ചെയ്യുന്നു, സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വരുന്നു, ഹാപ്പിനെസ് വരുന്നു, ഒരു ശാന്തത കൈവരുന്നു. ഇതൊക്കെ മറ്റുള്ളവരോടുള്ള പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ നീ നിൻ്റെ സഹോദരനോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ഈ ജീവിതം തന്ന ദൈവത്തോടുള്ള എൻ്റെ ഉത്തരവാദിത്വം അതിലുണ്ട്. ഞാൻ ഇതെല്ലാം എന്നോട് കാണിച്ച ഒരു പ്രവൃത്തി, അതിൽ ഞാനത് വിട്ടുകൊടുക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ കുറച്ചുകൂടി സ്നേഹിക്കുന്നു. അതുവഴി എനിക്ക് ഈ ജീവിതം തന്ന ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളോട് ഇതൊക്കെ ചെയ്തിട്ടും അവൻ ഇപ്പോഴും ഇതുപോലെ എന്നെ സ്നേഹിച്ച് ജീവിക്കുന്നല്ലോ എന്ന ഒരു ചിന്ത മതി ആ വ്യക്തിയിലും മാനസാന്തരം വരാനായിട്ട്. ഈശോ ചെയ്തത് അത് തന്നെയാണ്. ഈ പറഞ്ഞ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും അവന് ദ്രോഹം ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവൻ ആരായിരിക്കുന്നോ അതനുസരിച്ച് അവരുമായിട്ട് സമീപിച്ചു. എങ്ങനെയാണോ അവനോട് എന്ന രീതിയിലല്ല, അവൻ എങ്ങനെയായിരിക്കുന്നോ അങ്ങനെ അവരെ സമീപിച്ചു. അങ്ങനെയാണ് അവൻ വലിയ രക്ഷ നൽകുന്നവനായിട്ട് മാറുന്നത്, എല്ലാവർക്കും രക്ഷ നൽകുന്നവരായിട്ട് മാറുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇതുപോലെ പറഞ്ഞു പോയ ഒരു വാക്കിൻ്റെ പേരിൽ, ചെയ്തു പോയ ഒരു പ്രവൃത്തിയുടെ പേരിൽ, ചെയ്യാതെ പോയ ഒരു ഉപേക്ഷയുടെ പേരിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും ഭ്രഷ്ട് കൽപ്പിച്ച് നമ്മൾ അതിർവരമ്പുകൾ കൽപ്പിച്ച് മാറ്റി നിർത്തുന്നത് എന്തിനാണ്? ഇതിന് നമ്മെ സഹായിക്കുന്ന ഒരു ചിന്ത മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ബഹുശാ ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ നീ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ളതും സ്വന്തമാക്കി വെച്ചിട്ടുള്ളതുമൊക്കെ ആരുടേതാകും എന്നുള്ള ഒരു ചോദ്യം ഇടിമിന്നലായിട്ടും കൊടുവാളായിട്ടും നമ്മുടെയൊക്കെ ശിരസിന് മുന്നിലുണ്ട്. നാളത്തെ ഒരു ജീവിതം നമുക്ക് അന്യമാണെങ്കിൽ ഇന്നത്തെ ഒരു ജീവിതത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ, അർഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അതിന് നമ്മോട് തെറ്റ് ചെയ്തൊരു വ്യക്തിയുടെ വാക്ക്, പ്രവൃത്തി അല്ലെങ്കിൽ ഉപേക്ഷ, ഇതൊന്നും ഇന്നത്തെ ഒരു ജീവിതം, ഇന്നത്തെ ഒരു ദിവസം മെച്ചമായിട്ട് ജീവിക്കുന്നതിന് തടസ്സമായി എനിക്ക് നിൽക്കരുത്. നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഒരാളോട് വിദ്വേഷം വെച്ച് പുലർത്തിയാൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ 4 തരത്തിലുള്ള പ്രവൃത്തികളാണ്. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിൽ വിദ്വേഷം വെച്ച് പുലർത്തിയാൽ അത് നമ്മളുടെ ശരീരത്തിൽ നെഗറ്റീവ് ഹോർമോൺസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസിനുള്ള അഡ്രിനാലിൻ, കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കുന്നു. ഇതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് 4 തരം പ്രവൃത്തികളെ ഉണ്ടാകൂ. 1 ഫിയർ, 2 വിഡ്രോവൽ, 3 ആങ്കർ, 4 റിവെഞ്ച്.
ആ വ്യക്തിയോട് മാത്രമല്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി മറ്റൊരാളിൽ നമുക്കുണ്ടായാൽ നമ്മളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിരുന്നാൽ ഫിയർ, പെട്ടെന്നില്ലാത്ത ഒരു പേടി എല്ലാ കാര്യങ്ങളിലും നമ്മളിൽ വന്ന് ഭവിക്കും. രണ്ടാമത്തേത് വിഡ്രോവൽ, എല്ലാത്തിൽ നിന്നും പിൻവലിയുന്ന ഒരു മനോഭാവം നമ്മളിലേക്ക് രൂപപ്പെടും. മൂന്നാമത്തേത് ദേഷ്യം, നമ്മളോട് തോന്നുന്ന ദേഷ്യം, ആദ്യം ആ വ്യക്തിയോട് തോന്നുന്ന ദേഷ്യം തിരിച്ച് ആങ്കർ ടേൺഡ് ഇൻവേർഡ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും, നമ്മളോട് തന്നെയുള്ള ദേഷ്യമായി മാറും. പിന്നെ നമ്മൾ ദേഷ്യത്തിൻ്റെ പ്രവാചകരായിട്ട് മാറും. എവിടെയൊക്കെ പോകുന്നോ, ആരൊക്കെയൊക്കെ പോകും, നമ്മളോട് സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമ്മളോട് ആയിരിക്കുന്ന വ്യക്തികൾക്ക് പോലും നമ്മൾ കൊടുക്കുന്നത് ഈ ദേഷ്യമായിരിക്കും. പിന്നീടാണ് റിവെഞ്ച്, പ്രതികാരം. ഈ 4 തരത്തിൽ ഫിയർ, വിഡ്രോവൽ, ആങ്കർ, റിവെഞ്ച്, ഈ 4 തരത്തിൽ മാത്രമേ ഈ പ്രവൃത്തികൾ, ഈ ഒരു മനോഭാവത്തിൽ ഉണ്ടെങ്കിൽ അത് പ്രവൃത്തികളായിട്ട് പരിണമിക്കൂ. എന്നാൽ വിട്ടുകൊടുക്കാൻ, ഒന്ന് കൈ അയച്ചാൽ, ഒന്ന് ക്ഷമിക്കാൻ ഒക്കെ നാം തയ്യാറായാൽ, സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദർശിക്കാൻ നമുക്ക് സാധിക്കും. കാരണം മനസ്സിൻ്റെ ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യം ഒക്കെ ഉണ്ടാകാൻ നേരത്ത് വ്യക്തമായ കാഴ്ച ലഭിക്കും. ആ തെളിഞ്ഞു വരുന്ന വെട്ടത്തിൽ, ആ കാഴ്ചയിൽ മറ്റുള്ളവരോട് കൂടുതൽ വിശാലതയോടുകൂടി ക്ഷമിക്കുവാനും അവരെ കൂടുതൽ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും. അതിനുള്ള വലിയ കൃപ നമുക്ക് യാചിക്കാം. ക്ഷമയുടെ തമ്പുരാനായ നമ്മുടെ കർത്താവ് ഇനിയുള്ള ഈ തിരുക്കർമ്മങ്ങൾ പങ്കുചേരുന്നത് വഴി നമ്മൾ വചനം മുറിച്ചപ്പോൾ അവനെ കണ്ടുമുട്ടി, ക്ഷമയുടെ വക്താവായി ഈശോയെ കണ്ടുമുട്ടി. ഇനി നമ്മൾ അപ്പം മുറിക്കുമ്പോഴും അവനെ കണ്ടുമുട്ടി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്ഷമയുടെ വക്താക്കളായി മാറാൻ, വലിയ കാരുണ്യത്തിൻ്റെ മുഖമായി മാറാൻ, കാരുണ്യത്തിൻ്റെ സുവിശേഷമായി മാറാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഒന്ന് ചേർന്ന് പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സകല ജനങ്ങൾക്ക് വേണ്ടി കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആശ്രയമായ ദൈവമേ, തിരുസഭയെ നയിക്കുവാൻ അങ്ങ് നിയോഗിച്ച പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷൻ ജോസഫ് കാളത്തിപ്പറമ്പിൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങേ പരിശുദ്ധാത്മ ചൈതന്യത്താൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ശക്തി കേന്ദ്രമായ ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും ഏറെ പ്രത്യേകമായി സഹോദരങ്ങൾ തമ്മിൽ ശത്രുതാ മനോഭാവത്തോടെ ജീവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരസ്പരം ക്ഷമിച്ചും തെറ്റുകൾ തിരുത്തിയും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അറിവിൻ്റെ ഉറവയായ ദൈവമേ, എല്ലാ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും അനുഗ്രഹിക്കണമേ. തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി വിനിയോഗിച്ച് പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ ഇവരുടെ മേൽ ചൊരിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
സൗഖ്യദാതാവായ ദൈവമേ, രോഗങ്ങളാലും COVID-19 രോഗങ്ങളാലും പലവിധ ആകുലതകളാലും വേദനിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അങ്ങയുടെ സൗഖ്യദായകമായ സ്പർശനത്താൽ അവരെ സുഖപ്പെടുത്തണമേ. ശാരീരികാരോഗ്യവും പുത്തനുണർവും നൽകി അങ്ങേ പ്രത്യാശയിൽ ജീവിതം നയിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, COVID-19 മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ വന്നുപോയ വീഴ്ചകൾ മാപ്പ് നൽകി സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും മാലാഖമാരോടുമൊത്ത് അങ്ങയെ നിത്യം സ്തുതിച്ചാനന്ദിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ഈ സമയം മൗനമായി സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിൻ്റെ ചെവി ചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രവിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകൾ തൃക്കൺ പാർക്കുകയും അങ്ങേ ദാസരുടെ കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഓരോരുത്തരും അങ്ങേ നാമത്തിന്റെ സ്തുതിക്കായി അർപ്പിക്കുന്നത് എല്ലാവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്താ ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയത് യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ദിവ്യ പെസഹ കുഞ്ഞാടാമീശോയെ യാഗമായി അർപ്പിക്കും ഈ വേളയിൽ പൂജ്യനാം താതനെ ഉച്ചത്തിൽ കീർത്തിപ്പാൻ ഏറ്റവും ഉചിതവും യോഗ്യവും താ. ലോകത്തിൻ പാപം കഴുകിക്കളഞ്ഞവൻ നാഗേശസൂനുവാ കുഞ്ഞാടല്ലോ, തൻ മരണത്താലെ ഞങ്ങൾ തൻ മൃത്യുവിൻ അന്ത്യം വരുത്തിയ സ്നേഹരാജൻ. ആകയാലാമോദവായി പോടുവാഴുമാ സ്വർഗീയ ഗായക മാലാഖമാ, ദിവ്യ പ്രതാപനാമങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ.
ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നാം പ്രവേശിക്കുന്നു. ഈ അപ്പത്തിനും വീഞ്ഞിനുമൊപ്പം നമ്മളുടെ ജീവിതത്തിലും ക്ഷമിക്കാൻ പറ്റാതെ വച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഈ സമയം ഈ അപ്പത്തോടും വീഞ്ഞിനോടും ഒപ്പം നമുക്ക് സമർപ്പിക്കാം. ഒന്നാമത്തെ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കോപവും ക്രോധവും മ്ലേച്ഛമാണ്, അവ എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട്. തെറ്റുകൾ ക്ഷമിക്കുക, പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന ശ്രവിക്കപ്പെടും. നമ്മൾ ക്ഷമിക്കാനായിട്ട് പറ്റാതിരിക്കുന്ന ആ വ്യക്തിയെ ഈ സമയം അൾത്താരയിലേക്ക് നമുക്ക് സമർപ്പിച്ച് അതൊരു കെട്ട് ഒഴിഞ്ഞു പോകാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്നേ ദിനം ജന്മദിനം ആഘോഷിക്കുന്നവരെ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, പ്രത്യേകിച്ചും ഈ ഒരാഴ്ച ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും, നമ്മുടെ കുഞ്ഞുമക്കൾ അഡ്മിഷന് വേണ്ടി നടക്കുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക്, ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി, വിവാഹപ്രായമായ സഹോദരങ്ങൾക്ക് അനുയോജ്യരായ പങ്കാളികളെ ലഭിക്കുന്നതിന്, സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതിന്, കടബാധ്യതകൾ മാറുന്നതിന്, സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാകുന്നതിന്, വിദേശത്തുള്ളവർ നാട്ടിലേക്ക് വരാനായിട്ട് തടസ്സങ്ങളായിരിക്കുന്നവർക്ക് വരുന്നതിന് വേണ്ടി എല്ലാം നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ സ്തോത്രയാഗ കർമ്മത്തിൽ നമുക്ക് പങ്കുചേരാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ തിരുവത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പാട്രിക്കിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി
ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. കർത്താവായ യേശുക്രിസ്തുവേ, ജീവസ്വരൂപനായ ദൈവത്തിൻ്റെ പുത്ര, പിതാവിൻ്റെ തിരുവുള്ളമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹകരണത്തോടെ അങ്ങയുടെ മരണത്താൽ ലോകത്തെ ഉജ്ജീവിപ്പിച്ച് അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും വഴി ഞങ്ങളെല്ലാ പാപങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്ന് മോചിക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ എപ്പോഴും കാത്തുപാലിച്ചു പോരുവാനും അങ്ങിൽ നിന്നൊരിക്കലും വേർപെടാതിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദൈവ കുഞ്ഞാടിൻ വിരുന്നിൽ പങ്കുചേരുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ
ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ദാനത്തിന്റെ പ്രവർത്തനം ഞങ്ങളുടെ മനസ്സുകളിലും ശരീരത്തിലും നിറഞ്ഞു നിൽക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ അനുഭവങ്ങളെല്ലാം പിന്നെയോ അതിൻ്റെ പ്രവർത്തന ഫലം തന്നെ ഞങ്ങളിൽ വർദ്ധമാനമാക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സ്നേഹം നിറഞ്ഞവരെ, നെപ്പോളിയൻ ചക്രവർത്തിയുടെ അടുത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സഹോദരൻ്റെ അമ്മ വന്ന് പറയുന്നു, എനിക്കെൻ്റെ മകൻ മാത്രമേയുള്ളൂ, അവനെ വധിക്കരുത്. ഉടനെ ചക്രവർത്തി ഈ അമ്മയോട് പറയുന്നു, നിൻ്റെ മകൻ കരുണ അർഹിക്കുന്നില്ല. അമ്മ ചോദിക്കുന്നുണ്ട്, എൻ്റെ മകനോട് കരുണയായിരിക്കണമേ എന്ന് വീണ്ടും കേണപേക്ഷിക്കുമ്പോൾ ചക്രവർത്തി പറയും, നിൻ്റെ മകൻ കരുണ അർഹിക്കുന്നില്ല. ഉടനെ ഈ അമ്മ പറയുന്ന മറുപടി, എൻ്റെ മകൻ കരുണ അർഹിക്കുന്നുണ്ടെങ്കിൽ അത് കരുണയല്ല, അർഹിക്കാത്തത് കൊടുക്കുന്നതാണ് കരുണ. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരാഴ്ച നമ്മൾ ഈ വചനം കേട്ട് മുന്നോട്ട് പോകുമ്പോൾ ക്ഷമ അർഹിക്കാത്തവരെന്നൊക്കെ നമ്മൾ നമ്മുടെ നിർവചനത്തിൽ എടുത്തു വെക്കുന്ന വ്യക്തികളുണ്ടാകും. അർഹിക്കുന്നില്ല, എന്നോട് ചെയ്ത തെറ്റ്, പറഞ്ഞ വാക്ക്, അവൻ അങ്ങനെ ചെയ്തു, ഒത്തിരി ഉണ്ടാകും. പക്ഷേ അർഹിക്കാത്തത് കൊടുക്കുന്നതാണ് കരുണ. നമുക്കെല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തികളോടൊക്കെ ക്ഷമിക്കാനുള്ള വലിയ കൃപയുണ്ടാകട്ടെ. ഈ ഒരാഴ്ച നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരാഴ്ചയായിരിക്കട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. എല്ലാ സമാശ്വാസത്തിൻ്റെയും ദൈവം നിങ്ങളുടെ ദിനങ്ങൾ തൻ്റെ സമാധാനത്തിൽ ക്രമപ്പെടുത്തുകയും തൻ്റെ അനുഗ്രഹത്തിൻ്റെ ദാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും എപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങളാൽ നിങ്ങൾ സമ്പന്നരാകുവാനും സൽപ്രവർത്തികളിൽ വ്യാപൃതരായി ഈ ലോകജീവിതം നയിക്കുവാനും സന്തോഷത്തോടെ നിത്യജീവിതത്തിൽ എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് പോകാം. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.